Good morning guys, I am Sajia City. Now I am discussing about the topic of analysis of variance and interpretation of a variance. Analysis of variance. Variance means the difference or deviation. In standard cost, variance means the difference. The standard cost and actual variance are the standard cost and the actual cost analysis. The difference is known as variance analysis. Variance may be favorable or unfavorable. The actual cost is less than the standard. Difference is known as favorable or positive variance. Actual cost is more than the standard cost. The difference is known as unfavorable or adverse variance. വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വേരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ വേരിയൻസ് മേ ബി ഫേവറബിൾ ആവാം ഓർ അൺഫേവറബിൾ ആവാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഫേവറബിൾ. ഈ ഫേവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ആക്ച്വൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് ആക്ച്വൽ കോസ്റ്റ് എപ്പോഴും സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണ് എങ്കിൽ നമ്മൾ അതിനെ ഫേവറബിൾ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് വേരിയൻസ് എന്ന് പറയും. പിന്നെ അൺഫേവറബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് എപ്പോഴും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ള കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അൺഫേവറബിൾ ഓർ അഡ്വേഴ്സ് വേരിയൻസ് എന്ന് പറയും. നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് മാനേജീരിയൽ യൂസസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് അനാലിസിസ്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഏരിയാസ് വെയർ വേരിയൻസ് അറൈസസ്. ദിസ് ഫെസിലിറ്റേറ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള വേരിയൻസ് ഉണ്ടാവുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജോലി മാനേജ്മെൻറ്റിൽ നിന്നും എക്സെപ്ഷൻ ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് പോയിൻ്റാണ് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദി കോസസ് ഫോർ വേരിയൻസ്. വേരിയൻസ് ഉണ്ടാവുന്നുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്നും ഇത് കണ്ടെത്തുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഫോർ ദി വേരിയൻസ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റും ഇറ്റ് ഹെൽപ്സ് ടു പോയിന്റ് ദി റെസ്പോൺസിബിലിറ്റി ഫോർ ദി വേരിയൻസ്. ഏതൊക്കെ മേഖലകളിലാണ് വേരിയൻസ് ഉണ്ടാകുന്നതെന്നും ആ മേഖലകൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നും ഇത് ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാമത്തെ പോയിൻ്റാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ എഫക്റ്റീവ് ടൂൾ ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് വേരിയൻസ് അനാലിസിസ് കാണുന്നതും. നാലാമത്തെ പോയിൻ്റ് ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദി പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാവും ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടിയും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വേരിയസ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്ലാനിങ് ആൻഡ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അതേപോലെ ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും പോളിസീസും ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് കോൺഷ്യസ്നെസ് എമംഗ് പേഴ്സണൽ. അതായത് ക്രിയേറ്റിംഗ് ഹെൽപ്നെസ് മൈൻഡും ഓരോ വ്യക്തികളിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ് എമംഗ് ദി മാനേജീരിയൽ പേഴ്സണൽ. ഓരോ വ്യക്തികൾക്കും ഇടയിൽ ഒരു ടീം സ്പിരിറ്റ്, ഓർഗനൈസേഷനിൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനും ഈ വേരിയസ് അനാലിസിസ് കൊണ്ട് സാധിക്കുന്നു. വേരിയസ് അനാലിസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻ രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് വേരിയൻസ്, സെക്കൻഡ് വൺ സെയിൽസ് വേരിയൻസ്. ഇനി നമുക്ക് കോസ്റ്റ് വേരിയൻസ് എന്താണെന്ന് നോക്കാം. ഈ കോസ്റ്റ് വേരിയൻസിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് മെറ്റീരിയൽ വേരിയൻസ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് ലേബർ വേരിയൻസ്, തേർഡ് വൺ ആണ് ഓവർ ഹെഡ്സ്. ഇനി ഇതിൻ്റെ ഓരോ ബ്രാഞ്ചസ് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തിട്ട് പറയാം. ഫസ്റ്റ് വൺ മെറ്റീരിയൽ വേരിയൻസ്. ഈ മെറ്റീരിയൽ വേരിയൻസിനെ നമ്മൾ കോസ്റ്റ് വേരിയൻസ് എന്നും കൂടി പറയുന്നുണ്ട്. മെറ്റീരിയൽ വേരിയൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലും അതേപോലെ തന്നെ നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ് ആണ് അതിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി കോസ്റ്റ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റും അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ പാടെ ആഡ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആക്ച്വൽ പ്രൈസ് എത്രയാണോ നമ്മൾ ആക്ച്വൽ പ്രൈസ് കൊടുത്തതും അതും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് which is due to the difference between standard quantity and actual quantity used. It is also known as material quantity variance. Material usage variance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിൽ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞത്. അതിനെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കോസ്റ്റ് വേരിയൻസിലെ സെക്കൻഡ് മെയിൻ പോയിന്റ് ആണ് പറയുന്നത് ലേബർ വേരിയൻസ്. ലേബർ വേരിയൻസിനെ നമ്മൾ വേജ് വേരിയൻസ് എന്ന് പറയുന്നു. അതും മെറ്റീരിയൽ വേരിയൻസും തമ്മിൽ സിമിലർ ആണ്. ഇനി ലേബർ വേരിയൻസിനെ നമ്മൾ ഒരുപാട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പറയാൻ പോകുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസ്. Labor cost variance is also called wage variance. It is the difference between standard cost of a labor allowed for actual output achieved and the actual cost of a labor. നമ്മൾ മുൻകൂട്ടിയിട്ട് ഓർഗനൈസേഷനിൽ ഒരു ലേബറിന് കൊടുക്കാൻ വേണ്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന വേജും അതേപോലെ തന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട് അച്ചീവ് ചെയ്തിട്ട് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കാൻ പോകുന്ന വേജും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ സെക്കൻഡ് വൺ ആണ് ലേബർ റേറ്റ് വേരിയൻസ്. ദിസ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി ലേബർ കോസ്റ്റ് വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ദി ആക്ച്വൽ റേറ്റ് പെയ്ഡ്. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കണ സ്റ്റാൻഡേർഡ് റേറ്റും അതേപോലെ തന്നെ ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നുണ്ടാവുക. അതായത് നമ്മൾ ഓരോ വർഷം കൊടുക്കുന്ന ലേബർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും. മുൻകൂട്ടി ഫിക്സ് ചെയ്തതായിരിക്കില്ല ചിലപ്പോൾ ചില കണ്ടീഷൻ കൊണ്ട് ലാസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം എംപ്ലോയീസിന് കൊടുക്കുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് labor efficiency variance. It is also called labor usage or a quantity variance. It is that portion of labor cost variance which arises due to the difference between standard hours specified for the actual output and the actual hours spent. ലേബർ എഫിഷ്യൻസി വേരിയൻസിനെ നമ്മൾ ലേബർ യൂസേജ് വേരിയൻസ് എന്നും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വേരിയൻസ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് എ ലേബർ കോസ്റ്റ് വേരിയൻസ്. ഇത് ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദി ആക്ച്വൽ ഹവേഴ്സ് സ്പെൻഡ്. നമ്മൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് ലേബറിൻ്റെ എഫിഷ്യൻസി കുറവാണെന്ന് പറയും. അതായത് ആക്ച്വൽ ഹവേഴ്സും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹവേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തതാണ് ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ് ഈസ് that portion of labor cost variance which arises due to the abnormal idle time of a workers on account of sickness, power failure, machine breakdown. അതുപോലെ തന്നെ ലേബർ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചില ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പവർ സപ്ലൈയുടെ മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ തന്നെ മെഷീൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ആ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ വർക്ക് തീർക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ലേബർ ഈൽഡ് വേരിയൻസ്.
അതിന് മുന്നേ ലേബർ മിക്സ് വേരിയൻസ് ഉണ്ട്. ലേബർ മിക്സ് വേരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ ഗ്രേഡ്സ് ഓഫ് ലേബർ ആർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ. 2 or more variants are computed. One of the labor is mixed variance and the other is labor yield variance. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലേബേഴ്സ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷനിൽ. അതിൽ എല്ലാവരുടെയും കഴിവ് എന്ന് പറഞ്ഞത് ഒരുപോലെ ആവില്ല. അപ്പോൾ അത് ലേബർ മിക്സ് ആണ്, ഒരുപാട് ലേബേഴ്സ് കൂടി ചേർന്നിട്ടാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ labor mix variance is a part of a labor efficiency variance. It arises when there is a change in the composition of a labor force. Labor forceൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ labor mix variance എന്ന് പറയുന്നത്. Labor yield variance. This is a like material yield variance. It is the difference between standard labor output and actual output or yield. അതായത് സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് വേരിയൻസിലെ മൂന്നാമത്തെ പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്, ഓവർ ഹെഡ് വേരിയൻസ്. ഓവർ ഹെഡ് വേരിയൻസിൽ ഓവർ ഹെഡ് കോസ്റ്റ് ഈസ് ദ സം ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓവർഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതായത് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഫിക്സഡ് ഓവർഹെഡുകളും വേരിയബിൾ ഓവർഹെഡുകളും തമ്മിലുള്ള സമ്മാണ് എന്ത് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. അതായത് ഇനി പറയാൻ പോകുന്നത് ഈ ഓവർഹെഡ് വേരിയൻസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്. വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ആൻഡ് സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഫോർ എ ആക്ച്വൽ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള വേരിയബിളും ആക്ച്വൽ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആൻഡ് അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡും അലൗഡ് ചെയ്തിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും അതുപോലെ തന്നെ അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. തേർഡ് പോയിൻ്റാണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻകർഡ് ആൻഡ് ദി അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ബേസ്ഡ് ഓൺ ദി ഹവേഴ്സ് ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ്. അതായത് നമ്മൾ ഒരു ഔട്ട്പുട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ഹവേഴ്സും അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹവേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്ര ടൈം അലൗഡ് ചെയ്തിരിക്കും. പക്ഷെ നമ്മൾ ആക്ച്വൽ എടുക്കുന്ന ഹവേഴ്സും മുൻകൂട്ടി അലൗ ചെയ്ത ഹവേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓവർഹെഡ് വേരിയൻസിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ്. അതിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ദി ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അതായത് ഫിക്സഡ് ഓവർഹെഡും സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്ന ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ആൻഡ് ദി ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് ഇൻകേർഡ്. അതായത് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടി വന്ന ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് പറയുന്നത്. ഇനി മെയിനായിട്ട് ഇതിൽ ലാസ്റ്റ് ആണ് മൂന്നാമത്തെ പറഞ്ഞത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്.
ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും. ഫിക്സഡ് ഓവർഹെഡും അതേപോലെ തന്നെ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് വേരിയൻസിലെ മെയിനായിട്ടുള്ള രണ്ടാമത്തെ പോയിൻ്റായ സെയിൽസ് വേരിയൻസ് ആണ് പറയുന്നത്. സെയിൽസ് വേരിയൻസ് പറഞ്ഞിട്ട് ആക്ച്വൽ സെയിൽസും അതേപോലെ തന്നെ ബഡ്ജറ്റഡ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് കോസ്റ്റ് വേരിയൻസ് എഫക്റ്റ് പ്രോഫിറ്റ് ഫേവറബിളി ഓർ അൺഫേവറബിളി. അതായത് ചിലപ്പോൾ ഈ കോസ്റ്റ് വേരിയൻസിനെ സെയിൽസ് വേരിയൻസ് ഫേവറബിൾ ആയിട്ടും അതേപോലത്തെ അൺഫേവറബിൾ ആയിട്ടും അതിൻ്റെ പ്രോഫിറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റഡ് പ്രോഫിറ്റ്സ് ആർ എഫക്റ്റഡ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി ആക്ച്വൽ സെയിൽസ്. അതായത് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എഫക്റ്റ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ ഫേവറബിളും ബഡ്ജറ്റഡ് വേരിയൻസ് കൂടുതലാണെങ്കിൽ അൺഫേവറബിൾ ആണ് വരിക. അതുപോലെ തന്നെ ആക്ച്വൽ വേരിയൻസ് സെയിൽസ് ഉണ്ടാകുന്ന വേരിയൻസ് കൂടുതലാണെങ്കിൽ നമുക്കത് ഫേവറബിൾ ആയിട്ടും വരും. ഇനി അതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ടേൺ ഓവർ ഓർ വാല്യൂ മെത്തേഡും ദി പ്രോഫിറ്റ് ഓർ മാർജിൻ മെത്തേഡും. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ടേൺ ഓവർ ഓർ വാല്യൂ മെത്തേഡാണ് പറയുന്നത്. വേരിയൻസസ് കാൽക്കുലേറ്റഡ് അണ്ടർ ദിസ് മെത്തേഡ് വിൽ ഷോ ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ എ സെയിൽസ് ഓൺ സെയിൽസ് വാല്യൂ. എ ചേഞ്ച് ഇൻ എ സെയിൽസ് മേ ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ എ സെല്ലിംഗ് പ്രൈസ് ഓർ ചേഞ്ച് ഇൻ വോളിയം. അതായത് ഇതിൽ ടേൺ ഓവറിൽ വാല്യൂ മെത്തേഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് പറഞ്ഞത് പ്രൈസിലും അതേപോലെ തന്നെ വോളിയത്തിലും ഉണ്ടാവുന്ന ചേഞ്ചിന് അനുസരിച്ചിട്ടാണ് ടേൺ ഓവർ ഓർ വാല്യൂ മെത്തേഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞത്. അതിനെ വീണ്ടും ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെയിൽസ് വാല്യൂ വേരിയൻസ്. സെയിൽസ് വാല്യൂ വേരിയൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ദി ബഡ്ജറ്റഡ് സെയിൽസ്. ആക്ച്വൽ സെയിൽസും ബഡ്ജറ്റഡ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനാണ് സെയിൽസ് വാല്യൂ വേരിയൻസ് പറയാം. ഇഫ് ആക്ച്വൽ സെയിൽസ് ആർ മോർ ദാൻ ദി ബഡ്ജറ്റഡ് സെയിൽസ്, ആക്ച്വൽ സെയിൽസ് ബഡ്ജറ്റഡ് സെയിൽസിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ വേരിയൻസ് ഈസ് സെഡ് ടു ബി ഫേവറബിളും ആൻഡ് അതർവൈസ് ആണെങ്കിൽ അൺഫേവറബിളും ആയിരിക്കും. ഇനി രണ്ടാമത്തെയാണ് സെയിൽസ് പ്രൈസ് വേരിയൻസ്. സെയിൽസ് പ്രൈസ് വേരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ദി ആക്ച്വൽ പ്രൈസ് ഓഫ് എ സെയിൽസ്. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസും അതേപോലെ തന്നെ ആക്ച്വൽ പ്രൈസ് ഓഫ് എ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സെയിൽസ് പ്രൈസ് വേരിയൻസ് ഈസ് പറയുന്നത്. ഇഫ് ആക്ച്വൽ പ്രൈസ് ഓഫ് എ സെയിൽസ് ഈസ് മോർ ദാൻ ദി സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് എ സെയിൽസ് ദി വേരിയൻസ് ഈസ് ഫേവറബിൾ ആൻഡ് അതർവൈസ് ഈസ് അൺഫേവറബിൾ. ഇനി മൂന്നാമത്തെയാണ് പറയാൻ പോകുന്നത് സെയിൽസ് വോളിയം വേരിയൻസ്. സെയിൽസ് വോളിയം വേരിയൻസ് occurs due to the difference between the budgeted sales and the standard value of a actual mix of a sales. ബഡ്ജറ്റഡ് സെയിൽസും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് എ ആക്ച്വൽ മിക്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സെയിൽസ് വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. ഈ സെയിൽസ് വോളിയം വേരിയൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെയിൽസ് മിക്സ് വേരിയൻസ് ആൻഡ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. Sales mix variance, this is a part of a sales volume variance which is due to the change made with the standard of mix of different articles sold. The sales mix variance can be calculated as a following equations. അതുപോലെ തന്നെ this is a part of the sales volume variance. Change made with the standard mixും ആക്ച്വൽ മിക്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സെയിൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നതാണ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് സെയിൽസ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് വോളിയം വേരിയൻസസ് ആൻഡ് സെയിൽസ് മിക്സ് വേരിയൻസ്. ഇതിൽ പറയുന്നത് സെയിൽസ് വോളിയത്തിലും അതേപോലെ തന്നെ ആക്ച്വൽ മിക്സിലും ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. സെയിൽസ് വേരിയൻസിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള വേരിയൻസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് അതാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെയിൽസ് മാർജിൻ വേരിയൻസ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് മാർജിൻ ആൻഡ് ആക്ച്വൽ മാർജിൻ ഏൺഡ്.
നമ്മൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുക, സെയിൽസ് മാർജിൻ വേരിയൻസ് പറയാം. ഇനി രണ്ടാമത്തേതാണ് സെയിൽസ് മാർജിൻ പ്രൈസ് വേരിയൻസ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് ആൻഡ് ദി ആക്ച്വൽ പ്രൈസ് ഓഫ് ദോസ് സെയിൽസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുക, സെയിൽസ് മാർജിൻ പ്രൈസ് വേരിയൻസ്. പിന്നെ സെയിൽസ് മാർജിൻ ക്വാണ്ടിറ്റി വേരിയൻസ്. Budgeted number of units sold and the actual number of sold valued at the standard margin per unit. Budgeted number of units sold ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ നമ്പർ ഓഫ് സോൾഡ് തമ്മിലുള്ള ഡിഫറൻസ്, സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുക, സെയിൽസ് മാർജിൻ ക്വാണ്ടിറ്റി വേരിയൻസ്. ഇനി അടുത്തതാണ് സെയിൽസ് മാർജിൻ മിക്സ് വേരിയൻസ്. This variances occurs if the product sold is more than one. It is a portion of a sales margin quantity variance which may be due to the change in the actual sales mix from the budgeted sales mix based on the actual quantities. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റഡ് സെയിൽസ് മിക്സും അതുപോലെ തന്നെ ആക്ച്വൽ സെയിൽസ് മിക്സും തമ്മിലുള്ള ഡിഫറൻസ്, അവസാനം എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് എത്ര മിക്സ് ഉപയോഗിച്ചിട്ടാണെന്ന്. അതായത് നമ്മൾ ഇത്ര ബഡ്ജറ്റഡ് മിക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്രയാണോ ആക്ച്വലി എടുത്ത മിക്സും അതും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സെയിൽസ് മാർജിൻ മിക്സ് വേരിയൻസ് എന്ന് പറഞ്ഞത്. അടുത്തതാണ് സെയിൽസ് മാർജിൻ വോളിയം വേരിയൻസ്. സെയിൽസ് മാർജിൻ വോളിയം വേരിയൻസ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ആൻഡ് ദി ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എ സെയിൽസ്. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സെയിൽസ് മാർജിൻ വോളിയം വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ലാസ്റ്റ് ടോപ്പിക്ക്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസ് ബ്രിങ്സ് ടു ലൈറ്റ് ദി ഏരിയാസ് ഓഫ് എ സ്ട്രെങ്തൻസ് ആൻഡ് വീക്ക്നെസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. It only indicates whether the variance is favorable or unfavorable. It does not indicate what action should be taken. Therefore, the management has to make a correct interpretation of a variance based on a sound judgment. On the basis of this interpretation, corrective action can be taken. Variance analysis ആണ്, അതായത് ലൈറ്റ് ഏരിയാസിൻ്റെ സ്ട്രെങ്തൻസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ചില ഏരിയാസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറഞ്ഞത് വേരിയസ് അനാലിസിസ് ആണ്. അത് ഫേവറബിൾ ആവാം അൺഫേവറബിൾ ആവാം. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. അതായത് ആക്ഷൻ എടുക്കേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണെന്നേ അത് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അതുപോലെ എന്ത് ആക്ഷൻ ആണെന്ന് എടുക്കുന്നതൊക്കെ മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേരിയൻസ് സിംപ്ലി റെഫേഴ്സ് ടു അനലൈസിങ് ദി പോസിബിൾ കോസസ് ഓഫ് വേരിയൻസ് ആൻഡ് മേക്കിംഗ് ദം അണ്ടർസ്റ്റാൻഡബിൾ. അനലൈസിങ് പോസിബിൾ കോസ്, എന്താണ് വേരിയൻസ് ഉണ്ടാവുക എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് എന്ത് ആക്ഷൻ എടുക്കേണ്ടത് എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും വേരിയൻസ് അനാലിസിസിനെ കൊണ്ട് സാധിക്കുന്നു. Then the interpretation of are reported to the appropriate level of management for initiating remedial action. അതായത് മാനേജ്മെൻറ്റിന് അപ്രോപ്രിയേറ്റ് ലെവൽസിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും മനസ്സിലാക്കി കൊടുക്കുന്നത് വേരിയൻസ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻസും ആണ്. ഇനി അതിൻ്റെ ഫേവറബിൾ ആയ കണ്ടീഷൻസും അൺഫേവറബിൾ ആയ കണ്ടീഷൻസിനെയാണ് പറയാൻ പോകുന്നത്. വേരിയൻസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് മൂലം എങ്ങനെയൊക്കെയാണ് അത് ഫേവറബിൾ ആകുന്നു അൺഫേവറബിൾ ആകുന്നു എന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് മണ്ണാണ് മെറ്റീരിയൽ പ്രൈസ്. മെറ്റീരിയൽ പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയൻസ് എങ്ങനെയൊക്കെ പോകുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അൺഫോർസീൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഗ്രേറ്റർ ടേക്കൺ ഇൻ പർച്ചേസിങ്, ചേഞ്ച് ഇൻ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്. അത് അൺഫോർസീൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നു, അത് നമുക്ക് ഫേവറബിൾ ആവുന്നു. ചിലപ്പോൾ പ്രൈസ് കൂടുതലാണ് എങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അൺഫേവറബിൾ ആകുന്നു. ഗ്രേറ്റർ കെയർ ടേക്കൺ ഇൻ പർച്ചേസിങ്, അതുപോലെ തന്നെ പർച്ചേസിങ്ങിൽ ഡിഫറെൻറ്റ് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഷോർട്ടേജ് വരാതെ ഫേവറബിൾ ആകുന്നു. കെയർലെസ് പർച്ചേസ് അങ്ങനത്തെ അവസ്ഥ ഇല്ലെങ്കിൽ അത് നമുക്ക് എന്താവും അൺഫേവറബിൾ ആകുന്നു. ചേഞ്ച് ഇൻ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ മെറ്റീരിയലിൽ ഗുണനിലവാരം കൂടുകയാണെങ്കിൽ അതും നമുക്ക്
ഫേവറബിൾ ആകുന്നു, അല്ലെങ്കിൽ കുറയാണ് അതായത് ചിലപ്പോൾ ചേഞ്ച് പറഞ്ഞാൽ കുറയാവണമെങ്കിൽ നമുക്കതെന്താവും അൺഫേവറബിൾ ആകുന്നു. ഇനി സെക്കൻഡ് വൺ ആണ് ലേബർ റേറ്റ്. യൂസ് ഓഫ് apprentices or other workers at a rate of a pay lower than standard. നമുക്ക് മുൻകൂട്ടി ഫിക്സ് ചെയ്തതിനേക്കാൾ കുറവായിട്ടാണ് ലേബേഴ്സിനും അതേപോലെ വർക്കേഴ്സിനെയൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നിച്ചാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആവാം. അല്ല വേജ് റേറ്റ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിൾ ആകാം. ഇനി മെറ്റീരിയൽ യൂസേജിൽ വരുന്ന വേരിയൻസിൽ വരുമ്പോൾ മെറ്റീരിയൽ യൂസ്ഡ് ഓഫ് എ ഹയർ ക്വാളിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. നമ്മൾ ഗുണനിലവാരമുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടും, അതേപോലെ നമുക്കത് ഫേവറബിൾ ആവും. ഡിഫക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ അത് അൺഫേവറബിൾ ആകും. മോർ എഫക്റ്റീവ് യൂസ് ഓഫ് എ മെറ്റീരിയൽ, കൂടുതൽ ഉപയോഗിക്കുകയാണ്, മെറ്റീരിയൽ ഷോർട്ടേജ് ഒന്നും വരാതെ നല്ല രീതിയിൽ പ്രൊഡക്ഷനിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അൺഫേവറബിൾ ആവാം. അല്ലെങ്കിൽ എക്സസീവ് വേസ്റ്റ്, ചിലപ്പോൾ അങ്ങനെയാണ്, അതർവൈസ് ആണെങ്കിൽ നമുക്ക് വേസ്റ്റ് ആവും കൂടുതലുണ്ടാവുക. അത് കോസ്റ്റും അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിലും വരുന്ന മിസ്റ്റേക്കാണ്. ഇനി ഐഡിൽ ടൈമിൽ ഫേവറബിളൊന്നും പറഞ്ഞില്ല, അതായത് അൺഫേവറബിൾ ആണ് പറയുന്നത്. മെഷീനിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗണും നോൺ അവൈലബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, അതൊക്കെ വരുമ്പോൾ ഇഞ്ചുറി ഓഫ് ഇറ്റ് വർക്ക്, അതൊക്കെ നമുക്ക് ഓർഗനൈസേഷനിൽ അൺഫേവറബിൾ കണ്ടീഷനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് മോർ ക്വിക്ക്ലി ദാൻ എക്സ്പെക്റ്റഡ്, ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻ എക്സസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സെറ്റ് ഫോർ സെയിം നമ്പർ ഓഫ് ഹവേഴ്സ് ബിക്കോസ് ഓഫ് വർക്ക് മോട്ടിവേഷൻ. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ടൈമിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ ആവും. അതുപോലെ തന്നെ അത് മറ്റുള്ള വർക്ക് മോട്ടിവേഷൻ, ബെറ്റർ ക്വാളിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓർ എക്യുപ്മെൻറ്റും, വർക്ക് മോട്ടിവേഷനും അതേപോലെ തന്നെ നമ്മളെ മെറ്റീരിയലിലും എക്യുപ്മെൻറ്റ്സിലുള്ള ക്വാളിറ്റിയും കാരണം നമുക്കത് ഫേവറബിൾ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോസ്റ്റ് ടൈം ഇൻ എക്സസ് സ്റ്റാൻഡേർഡ് അലൗഡ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കുറഞ്ഞ ടൈമിലാണ് അത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് അൺഫേവറബിൾ ആവാം. ഔട്ട്പുട്ട് ലോവർ ദാൻ സ്റ്റാൻഡേർഡ് സെറ്റ് ബിക്കോസ് ഡെലിബറേറ്റ് റെസ്ട്രിക്ഷൻസ്, ലാക്ക് ഓഫ് ട്രെയിനിങ്, സബ് സ്റ്റാൻഡേർഡ് ഓഫ് മെറ്റീരിയൽ യൂസേജ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ അത് ലാക്ക് ഓഫ് ട്രെയിനിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ഓഫ് മെറ്റീരിയൽ യൂസേജ്, നല്ല രീതിയിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാവാം. ഇനി ഓവർ ഹെഡ് എക്സ്പെൻസിലാണ് പറഞ്ഞത്. നമ്മൾ സേവിങ്സ് ഇൻ കോസ്റ്റ് പറഞ്ഞാൽ കോസ്റ്റ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഓർഗനൈസേഷന് എപ്പോഴും അതെന്തായിരിക്കും ഫേവറബിൾ ആയിരിക്കും. ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് സർവീസ് യൂസ്ഡ്, അതേപോലെ തന്നെ നമ്മളെ ചിലവുകളൊക്കെ കൂടുകയാണെങ്കിൽ അത് ഓർഗനൈസേഷന് അൺഫേവറബിൾ ആയിരിക്കും. എക്സസീവ് യൂസ് ഓർ ചേഞ്ച് ഇൻ ടൈപ്പ് ഓഫ് സർവീസ് യൂസ്ഡ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ഓവർ ഹെഡ് എഫിഷ്യൻസിയും ലേബർ എഫിഷ്യൻസി സെയിം പോയിന്റ് തന്നെയാണ്. അതുപോലെ ലാസ്റ്റ് മെയിൻ പോയിന്റ് ആണ് പറയാൻ പോകുന്നത് ഓവർ ഹെഡ് വോളിയം. എക്സസ് ഓഫ് എ ആക്ച്വൽ ടൈം വർക്ക്ഡ് ഓവർ ബഡ്ജറ്റഡ്, നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ടൈം എംപ്ലോയി അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും എന്തായിരിക്കും ബെനിഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എക്സസ് ഐഡിൽ ടൈം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ ബ്രേക്ക് ഡൗൺ കാരണം കൊണ്ടോ വർക്കേഴ്സിൻ്റെ അനാസ്ഥ കൊണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ഷനിലും ഷോർട്ടേജ് വരും, അതേപോലെ തന്നെ നമുക്കത് എപ്പോഴും അൺഫേവറബിൾ ആയിരിക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് 2 ടോപ്പിക്കാണ്. വേരിയസ് അനാലിസിസ് എന്താണെന്നും അതിൻ്റെ ടൈപ്സും ക്ലാസിഫിക്കേഷനും ഒരുപാടുണ്ട്, അതൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ലാസ്റ്റ് വണ്ണ് വേരിയൻസ് അനാലിസിസ് കൊണ്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ എന്ന് പറഞ്ഞത്. അത് എന്താവും, ഫേവറബിൾ ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവാം, അൺഫേവറബിൾ ആവുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. വേരിയൻസിൽ ഒരുപാട് സിറ്റുവേഷനിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് ചിലപ്പോൾ നമുക്കത് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. ഓക്കെ, താങ്ക് യു.